അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര്. മകം, പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൻ്റെ ആദ്യ പാദം, ഇതാണ് ചിങ്ങക്കൂറ്. ഇതിൽ ഇവർക്ക് ചിങ്ങക്കൂറുകാർക്ക് ലഗ്നത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ഒരു കാലമാണ്. അത് പല ഗുണങ്ങളും അവർക്ക് ഉണ്ടാകും. ആത്മവിശ്വാസം കൂടും. അതുപോലെ അവരുടെ നേതൃത്വ പാടവം തെളിയിക്കാനുള്ളൊരു കാലമാണ്. വളരെ ധൈര്യത്തോടു കൂടി ഓരോരോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. എന്നാൽ ഇതേ ലഗ്നത്തിൽ തന്നെ, ഈ ചിങ്ങത്തിൽ തന്നെ കേതുവും കൂടെ ഉള്ളത് അമിതമായിട്ടുള്ള ദേഷ്യം വരിക, സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെ കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലോ അതുപോലെ പൊതു സേവന രംഗത്തോ ഉള്ളവരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ചില വാക്കുപിഴകളോ ഒക്കെ ഉണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയും കണക്കിലെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥയും, ഉച്ചത്തിലാണെങ്കിൽ പോലും 12ലെ അവസ്ഥ അത്ര അനുകൂലമല്ല. ധനപരമായിട്ട് സ്ഥിരമായിട്ടുള്ള വരുമാനം തുടരും എങ്കിലും ആഡംബര കാര്യങ്ങളിൽ ചിലവുകൾ കൂടും. അത് നിയന്ത്രിക്കേണ്ടതാണ്. നിക്ഷേപങ്ങൾക്ക് ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങൾ അനുകൂലമാണ്. താൽക്കാലിക ലാഭത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര ശോഭനമായിരിക്കില്ല. ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പം ഒന്നും കാണുന്നില്ല എങ്കിൽ പോലും അമിത ജോലി ഭാരം കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവർക്ക് ഹൃദയാഘാതമോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ രക്തസമ്മർദ്ദം മുതലായിട്ടുള്ള രോഗങ്ങൾ വരാനും അതുള്ളവർ അതൊന്ന് കൂടാനും സാധ്യത കാണുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ ഇവരുടെ അഭിപ്രായത്തിന് കൂടുതൽ ഒരു മുൻതൂക്കം കിട്ടുന്നതായിട്ട് മനസ്സിലാകും. അതുപോലെ ദാമ്പത്യ ബന്ധത്തിലും, അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിലും പരസ്പര ബഹുമാനമൊക്കെ നിലനിർത്താൻ സാധിക്കും. ചിങ്ങക്കൂറുകാർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്ര ദർശനം ചെയ്യുക, ധാര മുതലായിട്ടുള്ളവ ചെയ്യുക, ആദിത്യൻ്റെ മന്ത്രം ജപിക്കുക, ആദിത്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതുപോലെ ഗോതമ്പ് ദാനം ചെയ്യുക, ഇതൊക്കെയും ചുവന്ന പൂക്കൾ സമർപ്പിക്കുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യും.